ഹാപ്പി ബർത്ത്ഡേ ടു യു. വൈറ്റ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവരെ പുതിയൊരു ദിവസം വീണ്ടും ആരംഭിക്കുകയാണ്. അവർ രാവിലെ എണീറ്റിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ കുടിക്കില്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മാത്രമേ കട്ടൻ കാപ്പി കുടിക്കുള്ളൂ. അപ്പോൾ ഇനി കട്ടൻ കാപ്പി കുടിച്ച് ജിമ്മിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നൊരു പിടുത്തമില്ല, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റാണ്. ചില സമയത്ത് നല്ല മഴ വരും, ചില സമയത്ത് നല്ല വെയിൽ വരും, ചില സമയത്ത് രണ്ടും ഉണ്ടാവില്ല. ആ ഒരു നല്ലൊരു കാലാവസ്ഥയായിരിക്കും. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ വണ്ടി ഓടിച്ച സമയത്തോ പുറത്തിറങ്ങിയ സമയത്തൊന്നും മഴ പെയ്തില്ല. അത് കഴിഞ്ഞു അതിന് ആ ഒരു ഗ്യാപ്പിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചതേ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നലെ ഇമ്മാന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലും ഒക്കെ വന്നൊരു ക്ലൈമറ്റായി പെട്ടെന്ന് മാറി. നല്ല എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അന്തരീക്ഷം. അതെ, അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് ഗ്രേസും ഇമ്മാനും കൂടി പുറത്ത് സൈക്കിൾ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുക. സ്റ്റീവ് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുർണിയും കൂടി ഉള്ള കാരണം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും. കുർണിനെ കാണുമ്പോൾ ഭയങ്കര പ്രത്യേക സന്തോഷമാണ്. ഗ്രേസ് ആണെങ്കിൽ പൂച്ചേനെ എടുത്ത് ഞാൻ ഇങ്ങനെ ചെറിയൊരു ഷോ കാണിക്കലൊക്കെ ഉണ്ട്, അവൾക്ക് എടുക്കാനറിയാം എന്ന് ഒന്ന് കാണിക്കണം, അങ്ങനെ ഒരു ഇത്. എന്തായാലും സ്റ്റീവ് ഭയങ്കര സന്തോഷവാനാണ്. ഇങ്ങനെ കുർണിനെ കാണുമ്പോൾ ഗ്രേസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഇന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കണം. പിന്നെ അതുമല്ല, ഇന്ന് ജെയ്സിൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ മൂത്ത ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ രാവിലത്തെ ഫുഡ് സണ്ണേടം പറഞ്ഞ് മേടിക്കാം. അപ്പോൾ അങ്ങനെ ദോശയും സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവർക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് വേഗം റെഡി ആവണമെന്നില്ല, ഇങ്ങനെ തന്നെയാണ്. നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവരവിടേക്ക് ആക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെയ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. ഗ്രേസ് ആണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ജെയ്സിനുള്ള കാർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ വിഷ് ഒക്കെ അറിയിച്ചിട്ടുള്ള കാർഡൊക്കെ കളറിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ അവളെ കൊണ്ട്, ആരുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ഞാൻ ഗ്രേസിനെ കൊണ്ട് കാർഡ് ഉണ്ടാക്കിക്കൂട്ടാ. അവൾക്കത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ എഴുതാനും കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ സ്വന്തമായിട്ട് ചെയ്ത് കൊണ്ടുപോയി ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ കൊച്ചിനും ഒരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സോങ് കൊടുത്ത് ഞാൻ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ചെയ്ത് തന്നേക്കുന്നത് അഷ്ടമിച്ചിലുള്ള സായന ഫാഷൻ ബുട്ടീക്കിലത്തെ നീന ചേച്ചിയാണ് കേട്ടോ. ചേച്ചി വരച്ച് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. ഈ ബ്ലൗസിൻ്റെ ബാക്കും സൈഡൊക്കെ നല്ലതായിരുന്നു. സാരിയും എല്ലാം ചേച്ചി തന്നെ എനിക്ക് തന്നതാണ്. അപ്പോൾ ആളുടെ വർക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓണം കോംബോ പോലെ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ച് ലേറ്റായി പോയായിരുന്നു. അപ്പം ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രാങ്സ്റ്റർ ഹോംസിലാണ് വന്നത്. നമ്മൾ മുമ്പ് പൂൾ വില്ലയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ലിജി ചേച്ചിയും സി ചേച്ചിയൊക്കെ കൂടി. അപ്പോൾ അവിടെ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ സണ്ണചേട്ടൻ പോവും, ഞാനും മമ്മിയും എല്ലാവരും കൂടി, ഇമ്മാനും എല്ലാവരും കൂടി ഓട്ടോയിൽ ജാസ്മിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജെയ്സിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പോകാം എന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ പോണേക്കാൻ മുമ്പ് ചേച്ചി ഇവിടെ അവരുടെ ഡോഗ് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞി പപ്പീസിനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടേക്ക് വന്നതാണ്. എന്തായാലും നല്ല മിടുക്കിയായിട്ട് ഇങ്ങനെ കുട്ടികളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുഞ്ഞി ബേബീസിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ, അങ്ങനെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേക്കാൻ മുമ്പ് ചേച്ചി ഒരു ചെടി തന്നായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം ഇനി സണ്ണചേട്ടൻ എന്നെ വീട്ടിലാക്കിയിട്ട് സണ്ണചേട്ടൻ തിരിച്ച് പോവും. സണ്ണചേട്ടൻ ഇനി
ജാസ്മിൻ്റെ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം മമ്മിയുടെ നല്ല തണുത്ത സർബത്തൊക്കെ കുടിച്ചു. പിന്നെ ഇത് ഞങ്ങൾ ഓട്ടോയിൽ ഇനി നേരെ ഇവിടെ എത്തി. ഇത് ജാസ്മിയുടെ വക ജ്യൂസൊക്കെ തന്നു. പിള്ളേരാണെങ്കിലും ഇവിടെ ഹാപ്പി ആയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ പോയി നിൽക്കുന്നു. ഇതേ അപ്പം ഞങ്ങളിനി കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഇനി ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കട്ടെ. കൈക്കോട്ട് ക്ലാപ്പിംഗ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജീസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവർക്കും കൊടുക്ക്. എല്ലാവർക്കും കൊടുക്ക്. ഞാൻ തരാം. റബേക്ക് കൊടുക്കാം. അപ്പൊ അവന് മമ്മി കൊടുക്ക. അമ്മാമിക്ക് കൊടുക്ക. ഇവർക്കൊക്കെ കൊടുക്ക്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞത് ഫുഡ് കഴിക്കാണ് കേട്ടാ. അപ്പോൾ സനചേട്ടൻ എത്തിയിട്ടില്ല. അപ്പോൾ ജാസ്മിൻ്റെ വക ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടാ. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിച്ച് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് സനചേട്ടൻ എത്തിയേട്ടാ. കുറച്ച് ലേറ്റായി പോയി എത്താൻ. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു തിരിച്ചതേ വീട്ടിലേക്ക് എത്തി. കുറച്ച് നേരമായി വീട്ടിലെത്തിയിട്ട്. അപ്പോൾ സിജി ചേച്ചിയും ഫാമിലിയൊക്കെ ഇതേ എത്തിയിട്ടുണ്ട് അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അവർക്കുള്ള കാപ്പിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാപ്പിയൊക്കെ കൊടുക്കട്ടെ. എന്തായാലും നല്ല ഒരു ദിവസമായിരുന്നു. ഗ്രേസിന് അവിടെ കുറച്ച് നേരം കളിക്കാൻ അവിടെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഗ്രേസിനെ എടുക്കാൻ വേണ്ടി പോയേ പിള്ള. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത സമയം കൂടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും കൂടി ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും താങ്ക് യു. വേഗം വീഡിയോസായിട്ട് വരാം. അടുത്ത വീഡിയോ കാണാം.